നമസ്കാരം. ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ ശ്രദ്ധിച്ചപ്പോൾ ഒരു പോസ്റ്റ് ഞാൻ കാണാനിടയായി. അത് മറ്റാരുടെയുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ എനിക്കിഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ചില പ്രക്രിയകളൊന്നും എനിക്കിഷ്ടമല്ല. അദ്ദേഹം നേരത്തെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഒരു വലിയ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുകയും അത് അപകടത്തിലേക്ക് എത്തിക്കുകയും ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ ഭാവി നഷ്ടപ്പെട്ടത്. യഥാർത്ഥത്തിൽ മന്ത്രിയാവേണ്ട ഒരാളാണ്. പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ വസ്തുതാപരമാണ്. കൃത്യമായി നിരീക്ഷിച്ച് പഠിച്ച് പറയുന്ന കാര്യങ്ങൾ കേരള ചരിത്രത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ 3 ക്രിമിനൽസ് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യത്തെ പേര് പറയുക പിണറായി വിജയൻ്റേതാണ്. രണ്ടാമത്തെ പേര് പറയുക പി ശശിയുടേതാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ശശി. മൂന്നാമത്തെ ആൾ എന്ന് പറയുന്നത് നമ്മുടെ ADGP അജിത് കുമാറാണ്. ADGP അജിത് കുമാറായിട്ട് ഞാൻ നല്ല ബന്ധമായിരുന്നു. എറണാകുളം പോലീസ് കമ്മീഷണറായിരിക്കുമ്പോഴും അതുപോലെ തിരുവനന്തപുരം പോലീസ് കമ്മീഷണറായിരിക്കുമ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിന് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം പോലീസ് കമ്മീഷണറായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സരിതയുടെ ഭർത്താവ് നടത്തിയ ഞാനാണ് കമ്മീഷണർ എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയപ്പോൾ ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തെ പിടിക്കാൻ പറ്റാതെ വന്നപ്പോൾ ക്രൈം പ്രസിദ്ധീകരിച്ച ഫോട്ടോ എത്തിച്ചു കൊടുക്കുകയും അങ്ങനെയാണ് ബിജു രാധാകൃഷ്ണനെ പിടിക്കുന്നത്. അങ്ങനെ 3 പേരെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ക്രൈം ഏറ്റവും അധികം വാർത്തകൾ ചെയ്തിട്ടുള്ള 3 പേരും ചിലപ്പോൾ ഇവരായിരിക്കും. എന്തായാലും അദ്ദേഹത്തിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നമുക്ക് വായിക്കാം. വിജയൻ്റെയും ശശിയുടെയും കയ്യിലെ ടോയ് കാറ്റ് ആയിരുന്ന MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തു എന്ന വാർത്ത ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ വലിയ സന്തോഷത്തോടെ ആവേശത്തോടെയുമാണ് കേൾക്കുന്നത്. ഒരു കോൺഗ്രസ്സുകാരനായതിൻ്റെ പേരിൽ മാത്രം എന്നെ ഏറ്റവും അധികം വേട്ടയാടൽ നേതൃത്വം നൽകിയ ഒരാളാണ് ഈ കോൾഡ് ബ്ലഡ് ക്രിമിനൽ. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദം കൊണ്ടുവന്ന് ഞാനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വിഷയത്തിൽ എന്നെ പ്രതിയാക്കണമെന്ന് ഉത്തരവിട്ട ആളാണ് ഇയാൾ. എനിക്കെതിരെ യാതൊരു തെളിവുമില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞതിൻ്റെ പേര് ഒരു IPS ഉദ്യോഗസ്ഥനെന്ന് ഉൾപ്പെടെയുള്ളവരെ പ്രതികാര മനോഭാവത്തോടെ ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ട്. പാലക്കാട് ഞാൻ മത്സരിക്കുമ്പോൾ നീലപ്പെട്ടി വിവാദം ഉയർന്ന സമയത്ത് എനിക്കെതിരെ കള്ളപ്പണം കടത്തിയെന്ന കള്ളക്കേസ് എടുക്കണമെന്ന് പാലക്കാടുള്ള ഉദ്യോഗസ്ഥരോട് വ്യക്തിപരമായി ആവശ്യപ്പെടുകയും അത് നിരസിച്ചതിൻ്റെ പേരിൽ അവരോടും ഇയാൾ മോശമായി പെരുമാറുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ എനിക്കെതിരെ വ്യാജ പീഡന കേസ് കൊണ്ടുവരാൻ സർക്കാർ ആവശ്യപ്പെട്ട പ്രകാരം ഉദ്യോഗസ്ഥ തലത്തിൽ ഗൂഢാലോചന നടത്തിയ മൂവർ IPS ഗ്യാങ്ങിലെ പ്രധാനിയായിരുന്നു ഇയാൾ. ഇയാളുടെ വിശ്വസ്തനായ ഒരു വാച്ച് ഡോഗായ പോലീസ് ഗുണ്ടയ്ക്ക് എന്നെ കായികമായി കൈകാര്യം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തതും ഇയാളാണ്. കേസ് നിലനിൽക്കില്ല, അതിന് മെറിറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യാൻ വിസമ്മതിച്ച ഇടതുപക്ഷക്കാരനായ ഒരു DYSPയെ കാസർഗോഡേക്ക് ഇയാളെ ഇടപെട്ട് സ്ഥലം മാറ്റുകയും ചെയ്തു. ഒരു കോൺഗ്രസ്സുകാരനായതിൻ്റെ പേരിൽ മാത്രം ഈ നൊട്ടോറിയസ് വിജയൻ അടിമ എനിക്ക് എതിരെ ചെയ്ത കാര്യങ്ങളിൽ ചിലത് മാത്രമാണ് ഇതിൽ പറഞ്ഞത്. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കേരളം മുഴുവൻ വിജയൻ്റെ നവകേരള യാത്രയ്ക്കെതിരെ നടത്തിയ കരിങ്കൊടി സമരങ്ങളെ മാർക്കട മുഷ്ടി കൊണ്ട് അടിച്ചമർത്തണം എന്ന ആഹ്വാനം നൽകി കല്യാശ്ശേരി തൊട്ട് കട്ടാക്കട വരെ ക്രൂരമാക്രമം അഴിച്ചുവിടാൻ ഉത്തരവിട്ടതും ഇയാളാണ്. ആ ഉത്തരവിൻ്റെ ഭാഗമായാണ് ആലപ്പുഴയിൽ AD തോമസിനെയും അജയ് ജുവലിനെയും അടക്കം ആക്രമിച്ചതും പിന്നീട് ആ റിപ്പോർട്ട് തന്നെ തിരുത്തിയതും. ഇതുപോലെ എത്ര കോൺഗ്രസ് പ്രവർത്തകരെയാണ് ഈ മാഫിയ തലവനും ഇയാളുടെ മാഫിയ പോലീസ് അംഗങ്ങളും ദ്രോഹിച്ചിട്ടുള്ളത്. ഇയാളെ മാത്രമല്ല ആ മാഫിയയിലെ എല്ലാവരെയും ഇതുപോലെ തെറിപ്പിക്കുക തന്നെ ചെയ്യും ഈ സർക്കാർ. സസ്പെൻഷൻ എന്നത് അവസാനമൊന്നുമല്ലെന്നറിയാം. എങ്കിലും പോലീസിൻ്റെ മാനുവലിന് മുകളിൽ വിജയൻ്റെയും ശശിയുടെയും മാനുവൽ നോക്കി പ്രവർത്തിച്ചവരുടെയെല്ലാം ചെറുകരിക്കുന്ന ഈ സർക്കാർ പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെ ചേർത്ത് നിർത്തുന്നത്. അജിത് കുമാറെ, നീ ചെയ്തതിനൊക്കെയും നീ കണക്ക് പറയേണ്ടി വരും. അവൻ്റെ ദുഷ്ടത അവൻ്റെ സ്വന്തം തലയിൽ തന്നെ തിരികെ വരും. നന്ദി. ഞങ്ങളുടെ പാർട്ടിയുടെ സർക്കാർ, ജനങ്ങളുടെ സർക്കാർ. ഇതിൽ പിണറായി വിജയനും P ശശിയും അജിത് കുമാറും കൂടി ചിന്തിച്ചിരിക്കുന്ന ആകെ വിഷണരായിരിക്കുന്ന ഒരു ചിത്രം കൂടി കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ടും വളരെ മനോഹരമായ ഒരു ചിത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ 3 പേരാണ് എന്നെ ഏറ്റവും വേട്ടയാടിയിട്ടുള്ളത്. ചിലപ്പോൾ ഞാനാണ് ഈ ക്രിമിനൽസിനെതിരെ ഏറ്റവും കൂടുതൽ വാർത്ത ചെയ്തിട്ടുള്ളതും. നമുക്ക് ആദ്യം തന്നെ P ശശിയെക്കുറിച്ച് എടുക്കാം. ഐസ്ക്രീം പാർലർ പെൺവാണിഭം ക്രൈമാണ് ആദ്യമായി പുറത്തു കൊണ്ടുവന്നത്. അതിൽ മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയെ പേരും പുറത്തു കൊണ്ടുവന്നത് ഞാനാണ്. പിന്നീട് ആ കേസ് അട്ടിമറിക്കുന്നതാണ് കണ്ടത്. ആ അട്ടിമറിക്കുന്നത് ഞാൻ അന്ന് CPM-നൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. എളമരം കോഴിക്കോട് മത്സരിപ്പിച്ച അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെ പൊളിറ്റിക്സിൽ CPM-നെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ക്രൈം എന്നുള്ള വാരിക തുടങ്ങിയപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചിരുന്നു. സമൂഹത്തിൽ ഏറ്റവും ഉന്നതരായ ആളുകൾ ചെയ്യുന്ന ക്രിമിനൽ കുറ്റങ്ങളാണ് ഞാൻ പുറത്തു കൊണ്ടുവരിക എന്നത്. അങ്ങനെയാണ് ഐസ്ക്രീം പാർലർ പെൺവാണിഭം ഞാൻ പുറത്തു കൊണ്ടുവന്നത്. പക്ഷേ അതിലെ ഉള്ളടക്കം ഐസ്ക്രീം പാർലർ കുടുങ്ങിയവരെക്കുറിച്ചല്ല, അവരിൽ പ്രതികളായ ആളുകളെക്കുറിച്ചല്ല എനിക്ക് കൂടുതൽ പിന്നീട് പറയേണ്ടി വന്നത്. അത് അട്ടിമറിച്ച ഒരാൾ, ബ്ലാക്ക്മെയിൽ ചെയ്ത ഒരാളെക്കുറിച്ചിട്ടാണ് വാർത്ത ചെയ്യേണ്ടി വന്നത്. അത് മറ്റാരുമല്ല, P ശശിയാണ്.
പി ശശി എന്ന് പറഞ്ഞാൽ മുമ്പ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. CP ജോൺ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ എനിക്ക് 1980 ഇൻ്റർവ്യൂ ചെയ്യാൻ അവസരം കിട്ടിയിരുന്നു. കേരളദേശം എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിന് വേണ്ടി CP ജോണെയും ഇൻ്റർവ്യൂ ചെയ്തിരുന്നു, ഇദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ ആ സന്ദർഭത്തിൽ നല്ല ബന്ധമായിരുന്നു. പിന്നീട് അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറിയായി, EK നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി. ആ സമയത്താണ് അദ്ദേഹം ഐസ്ക്രീം പാർലർ പെൺമണിമ അട്ടിമറിച്ച് അതിലെ സുപ്രധാന രേഖ പൂഴ്ത്തി വെച്ചതായി അറിയുന്നത്. ഞാൻ അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുരളീധരൻ നായരുമായിട്ട് അടുപ്പമുണ്ടാകുകയും പ്രൈവറ്റ് സെക്രട്ടറി മുരളീധരൻ നായർ അടുപ്പമുണ്ടായി. അദ്ദേഹം എന്നെ വിളിച്ച് വളരെ സീരിയസ് ആയി ചില കാര്യങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രി EK നായനാരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് വിതുര പെൺവാണിഭ്യത്തിൽ സ്വന്തം മകൻ്റെ രൂപസാദൃശ്യമുള്ള ഒരാളെ കയറ്റി അത് മകനാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ മാനസികമായി തകർത്ത് മുഖ്യമന്ത്രിയുടെ കസേരയിൽ കയറിയിരുന്ന് ഭരണം നടത്തിയ ആളാണ് പി ശശി എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പല സ്ത്രീകളെയും കയറ്റി വ്യഭിചരിക്കുന്ന പരിപാടിയാണ് ഇദ്ദേഹത്തിനുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ തെളിവ് വേണം എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ചെയ്യുക എന്ന്. അങ്ങനെയാണ് ഞാൻ വളരെ രഹസ്യ ക്യാമറകൾ എത്തിച്ചു കൊടുക്കുന്നത്. ആ രഹസ്യ ക്യാമറകൾ എത്തിച്ചു കൊടുത്ത് പി ശശിയുടെ ഇത്തരത്തിലുള്ള രംഗങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പല സ്ത്രീകളുമായിട്ട് പോലീസ് ഓഫീസർമാരെയും വലയിൽ വീഴ്ത്തി ആ മുഖ്യമന്ത്രി ഓഫീസിൽ വെച്ച് തന്നെ ലൈംഗികമായി സെക്ഷലി ബന്ധപ്പെടുന്നതിൻ്റെ വീഡിയോകൾ എനിക്ക് പകർത്തി തന്നത് മുരളീധരൻ നായരായിരുന്നു. അങ്ങനെ ഞാൻ ഈ വീഡിയോ അന്ന് കാസറ്റായിരുന്നു, ഈ കാസറ്റെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നു എൻ്റെ അടുത്ത്. ഈ സന്ദർഭത്തിലാണ് ശോഭന ജോർജിനെ കൊണ്ട് ഒരു കള്ളപ്പരാതി പി ശശി തന്നെ എഴുതിയുണ്ടാക്കി. അന്നത്തെ പ്രതിപക്ഷ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കന്മാരായ ഉമ്മൻചാണ്ടി, ആര്യാട മുഹമ്മദ്, കാർത്തികേയൻ, P തങ്കച്ചൻ എന്നിവരുടെ നേതൃത്വത്തിൽ പരാതി കൊടുപ്പിക്കുന്നത്. അതും ശോഭന ജോർജിനെ കൊണ്ട് ഇങ്ങനെ 4 പേരെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് പി ശശിയാണ്. എന്തിനായിരുന്നു? ഞാൻ അന്ന് പി ശശിയാണ് 1 കോടി രൂപ വാങ്ങി ഈ ഐസ്ക്രീം പാർലർ അട്ടിമറിച്ചതെന്നും അതായത് കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് 1 കോടി രൂപ വാങ്ങി ഐസ്ക്രീം പാർലർ കേസ് അട്ടിമറിച്ചു, അതേപോലെ അതിലെ രേഖ പൂഴ്ത്തി വെച്ചു എന്ന് പറയുന്ന ആ രേഖയുടെ പൂർണ്ണമായ രൂപം ഞാൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തത്. ഇത് വലിയ ഷോക്കായിരുന്നു. അപ്പം അന്ന് മുതൽ എനിക്ക് വക്കീൽ നോട്ടീസൊക്കെ അയച്ചെങ്കിലും പോട പുല്ലേ എന്ന രൂപത്തിലായിരുന്നു എൻ്റെ നിലപാട്. EK നായരെ കൊണ്ട് അയപ്പിച്ചു, പി ശശിയും അയച്ചു. അപ്പോൾ മുതൽ ഞാൻ നോട്ടപ്പള്ളിയായിരുന്നു ആരുടെ? പി ശശിയുടെ. എങ്ങനെയെങ്കിലും എന്നെ തകർക്കണം. അങ്ങനെ ഒരു അവസരത്തിലാണ് ശോഭന ജോർജ് എന്ന് പറയുന്ന ശോഭന ജോർജിൻ്റെ ഒരു കാസറ്റ് എനിക്ക് കിട്ടുകയും കേരളത്തിലെ ഏറ്റവും രാഷ്ട്രീയ ബോംബായ ആ കാസറ്റ് ഞാൻ പത്രക്കാരെ കാണിക്കാൻ പോവുകയാണെന്നും ശോഭന ജോർജിനെ കുറിച്ച് ഈ കളി നിർത്തുക ശോഭന ജോർജ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച ലേഖനം അന്വേഷണ റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ചെങ്ങന്നൂർ MLA ആയിരുന്ന കോൺഗ്രസ് MLA ആയിരുന്ന ശോഭന ജോർജ് കാട്ടിക്കൂട്ടിയ വിക്രിയകൾക്കെതിരെ ഞാൻ പരാതി കൊടുക്കുകയും ആലപ്പുഴ SP ഷാനവാസ് അതിന് ഉത്തരവിടുകയും ശോഭന ജോർജ് കുടുങ്ങുകയും ചെയ്തു എന്നുള്ള കണ്ടീഷനിലാണ് പി ശശിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന അന്ന് മാതകത്തിടമ്പായിരുന്ന ശോഭന ജോർജ് പി ശശിയുടെ കൈവശം എത്തുകയും അങ്ങനെ പി ശശി തന്നെ എഴുതി കൊടുത്തൊരു കള്ളപ്പരാതി വെച്ചിട്ട് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ വേണ്ടി നീക്കങ്ങൾ നടത്തുകയും ചെയ്തവർ ഞാൻ അറിയുന്നത്. അങ്ങനെ എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യിക്കുന്നു. എൻ്റെ ഓഫീസിൽ കയറി അർദ്ധരാത്രി എൻ്റെ ഓഫീസിലുണ്ടായിരുന്ന ഈ കാസറ്റ് അടക്കമുള്ള രേഖകൾ കടത്തിക്കൊണ്ടു പോകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പി ശശിയുടെ ഇത്തരത്തിലുള്ള ബ്ലൂ ഫിലിം കാസറ്റുകളായിരുന്നു. ഓഡിയോകളും വീഡിയോകളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കടത്തിക്കൊണ്ടുപോയി. അപ്പോൾ പി ശശി നടത്തിയുള്ള കാമപേക്കത്തുകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ചില പോലീസ് ഓഫീസർമാരുമായി ചേർന്ന് നടത്തിയിട്ടുള്ള ചില രാഷ്ട്രീയ പ്രവർത്തകർ അവിടെ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ വെച്ചിട്ട് വ്യഭിചരിച്ചതിൻ്റെ കൃത്യമായ ദൃശ്യങ്ങളിലൂടെ കണ്ടിട്ടുള്ളത്. ആ സാധനങ്ങളാണ് അന്ന് എൻ്റെ അർദ്ധരാത്രി 1999 ജൂൺ 30 അർദ്ധരാത്രി എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് ഈ സാധനങ്ങൾ കൊണ്ടുപോവുകയാണ് പോലീസ്. അന്ന് മുതൽ ഞാൻ പി ശശിയുടെ നോട്ടപ്പുള്ളിയായിരുന്നു. ജയിലിൽ വെച്ച് എന്നെ കൊല്ലാനായിരുന്നു പി ശശിയുടെ പ്ലാൻ. ഇനി ക്രൈമും ഇല്ല, നന്ദകുമാറും ഇല്ല എന്നാണ് ശോഭന ജോർജ് രാജശേഖരൻ നായരോട് പറഞ്ഞു കൊടുത്തത്. രാജശേഖരൻ നായർ എൻ്റെ അടുത്ത സുഹൃത്തായ പത്രപ്രവർത്തകനാണ്. അപ്പോൾ ആ ജയിലിൽ കയറിയപ്പോൾ എനിക്ക് പക്ഷേ ജാമ്യം കിട്ടി. രാജശേഖരൻ നായർ പോയിട്ട് ഒരു ലോകായുക്തയിൽ പരാതി കൊടുത്തപ്പോൾ തന്നെ പോലീസ് എനിക്ക് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തി കോടതി. അതോടുകൂടിയിട്ട് DGPക്ക് എന്നെ സംരക്ഷിക്കേണ്ട ബാധ്യത വന്നു. പി ശശിയുടെ പറയുന്നൊന്നും കേൾക്കാതെ വന്നു. അന്ന് ശാസ്ത്രിയായിരുന്നു, അന്ന് BS ശാസ്ത്രിയായിരുന്നു അന്ന് DGP. അതിനുശേഷം പി ശശിയെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് അദ്ദേഹം നൊട്ടോറിയസായ പെൺപിടിയനും അതേപോലെ ക്രിമിനലുമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ലാവ്ലിൻ കേസിൽ 8 കോടി രൂപ പിണറായി വിജയൻ നടത്തിയ ഇടപാടിലൂടെ പാർട്ടിക്ക് കൊടുക്കേണ്ട ഫണ്ട് പി ശശിയുടെ കൈവശമാണ് കൊടുത്തത്. അതിൻ്റെ തെളിവ് എൻ്റെ അടുത്തുണ്ടായിരുന്നു. അതൊക്കെയാണ് പോലീസ് എടുത്തുകൊണ്ടായത്.
അപ്പം ഈ പി ശശിയെക്കുറിച്ച് അന്ന് മുതൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് പിന്നീട് സത്യമായി വന്നത്. കണ്ണൂർ ജില്ലാ CPM സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു MLAയുടെ മകളെ കയറിപ്പിടിച്ച ചരിത്രം അദ്ദേഹത്തിനുണ്ട്. അതേപോലെ പല പെൺകുട്ടികളെയും വലയിൽ വീഴ്ത്തിയതിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിനെതിരെ പാർട്ടി തന്നെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കിയത്, അദ്ദേഹത്തിന് പുറത്താക്കിയത്. എന്നാൽ തിരിച്ചെടുത്തതോ ക്രൈം കൊടുത്ത കേസിൽ ഈ നേതാക്കന്മാർ ഈ രേഖകൾ പാർട്ടിയുടെ കൈവശമുള്ള അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാതെയും കോടതിയിൽ സാക്ഷികളെ ആവാതെയും ആ കേസ് തള്ളിപ്പോയി. അപ്പം അതിലൂടെ അദ്ദേഹം സംശുദ്ധനായി എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ വളഞ്ഞ വഴിക്ക് അദ്ദേഹത്തെ പാർട്ടി തിരിച്ചെടുത്തു. അങ്ങനെയാണ് അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വരുന്നത്. അദ്ദേഹം വന്ന ശേഷം എന്നെ വേട്ടയാടാൻ തുടങ്ങി. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തതുമെല്ലാം. ഈ പിണറായി വിജയനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ അദ്ദേഹം ലാവ്ലിൻ കേസിലൂടെയാണ് ഞാൻ പുറത്തു കൊണ്ടുവരുന്നത്. ലാവ്ലിൻ കേസിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള അഴിമതികളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഞാൻ പുറത്തു കൊണ്ടുവന്നു. കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് 75 കോടി രൂപയാണ് സിംഗപ്പൂരിലേക്ക് പോയത്, ഭാര്യേൻ്റെ പേരിലെ അക്കൗണ്ടിലേക്ക്. ഇതിൻ്റെ രേഖകളെല്ലാമാണ് എൻ്റെ ഓഫീസ് ആക്രമിച്ച് ഈ അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച ദിവസം നമ്മുടെ കോഴിക്കോട് ഉണ്ടായിരുന്ന മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ ഗുണ്ടകൾ കയറി എൻ്റെ ഓഫീസിൽ കയറി ഈ രേഖകൾ കടത്തിക്കൊണ്ടുപോയത്. ഞെട്ടിക്കുന്ന രേഖകളാണ് അന്ന് റിയാസ് കൊണ്ടുപോയത്. എന്നിട്ട് പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് മകളെ കല്യാണം കഴിപ്പിച്ചെടുത്തതും പിന്നീട് അദ്ദേഹം ബേപ്പൂരിൽ അദ്ദേഹത്തിന് MLA സീറ്റ് കിട്ടുന്നതും പിന്നെ മകളെ അങ്ങനെ പിണറായി വിജയൻ്റെ മന്ത്രിയാവുന്നതെല്ലാം പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത ആളായി മാറുന്നതുമെല്ലാം. പിണറായി വിജയനെക്കുറിച്ച് PT തോമസും MM ലോറൻസും പറഞ്ഞൊരു കഥയുണ്ട്. മുമ്പ് പിണറായി വിജയനെക്കുറിച്ച് എതിരെ ഒരു SFIക്കാരൻ പരാതി കൊടുത്തു പീഡനത്തിന്, എന്നെ പീഡിപ്പിച്ചു പറഞ്ഞിട്ട്. അത് ഒതുക്കി തീർത്തു എന്ന് ലോറൻസ് PT തോമസിനോട് പറയുന്നത് ഞാൻ സാക്ഷിയാണ്. എന്തായാലും ലോറൻസും ഇല്ല, PT തോമസും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. എൻ്റെ വീട്ടിൽ വരെ രണ്ടുപേരും വന്നപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. പിണറായി വിജയൻ വന്ന ശേഷം വീണ്ടും മുഖ്യമന്ത്രിയായ ശേഷം എന്നെ നിരവധി കള്ളക്കേസുകളിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വീണ ജോർജിനെ ഉപയോഗിച്ചിട്ടാണ് കള്ളപ്പരാതികൾ ഉണ്ടാക്കിയ. വീണ ജോർജ് എന്ന് പറഞ്ഞാൽ ആരാന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, കുഴലൂത്തുകാരിയാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അതായത് മറ്റേ കപ്പൽ ആടി ഉലയില്ല സാർ, അതിൻ്റെ കപ്പിത്താൻ ആരാണ്? പിണറായി വിജയനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുഴലൂത്ത് നടത്തി അറിയാലോ. കുഴലൂത്തിൽ മിടുക്കിയാണ് വീണ ജോർജ്. വീണ ജോർജിൻ്റെ കള്ളപ്പരാതിയിൽ എന്നെ അറസ്റ്റ് ചെയ്യുകയും എന്നെ ജയിലടയ്ക്കുകയൊക്കെ ചെയ്തത്, പിന്നീട് കൊട്ടേഷൻ കൊടുത്ത് എൻ്റെ ഓഫീസിൽ 3 പേരെ കയറ്റി അവരെ ഉപയോഗിച്ച് എന്നെ കള്ളക്കേസിൽ കുടുക്കി ജയിലടയ്ക്കുകയൊക്കെ ചെയ്തുള്ള കാര്യം 10-45 ദിവസം ജയിലിൽ പോകേണ്ടി വന്നു. ജയിലിലെ അനുഭവങ്ങളൊക്കെ പങ്കിടാൻ, ജയിലിൽ എന്താണെന്ന് പഠിക്കാനും അത് കൃത്യമായി പറയാൻ എനിക്ക് കഴിഞ്ഞ അതുകൊണ്ടാണ്. അതിലവരോട് നന്ദിയുണ്ടായിരുന്നു. എന്തായാലും പിണറായി വിജയനാണ് രണ്ടാമത്തെ ആൾ. ഞാൻ കേരളം കണ്ട ഏറ്റവും ക്രിമിനലായ TP ചന്ദ്രശേഖരനെ പോലെ, വാടിക്കൽ രാമകൃഷ്ണനെ പോലെയുള്ള ആളുകളെ ക്രൂരമായി കൊന്ന കൊലപാതകിയാണ് അദ്ദേഹം എന്ന് ചരിത്രത്തിൽ നാളെ രേഖപ്പെടുത്തും ഉറപ്പായിട്ടും. കാരണം ഇദ്ദേഹമാണ് പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ശശി നമ്മുടെ TP ചന്ദ്രശേഖരനെ വെട്ടി നുറുക്കി കൊന്നത്. അത്രയും ക്രൂരതയാണ് പിണറായി വിജയനുള്ളത്. അദ്ദേഹം പിന്നീടുള്ളത് നമ്മളെ അജിത് കുമാറാണ്. അജിത് കുമാർ എന്ന് പറയുന്നത് ഈ സരിതാ നായരെ ക്യാമ്പ് ഹൗസിൽ കൊണ്ടുപോയി ഉപയോഗിച്ചു എന്ന് പറയുന്ന വെളിപ്പെടുത്തൽ സരിതാ നായർ തന്നെ നടത്തിയിട്ടുണ്ട്. സരിതാ നായർ അദ്ദേഹം ലൈംഗികമായി ഉപയോഗിച്ചു എന്നും അദ്ദേഹത്തിന് അവരുടെ 21 പേജുള്ള കുറിപ്പിലുണ്ട്. കൂടാതെ എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തത് എല്ലാം പോലീസ് നിർദ്ദേശം കൊടുത്ത് ചെയ്യിപ്പിച്ചതും അർദ്ധരാത്രിക്ക് അറസ്റ്റ് ചെയ്യിച്ചതും എൻ്റെ വീട്ടിലെ ഓഫീസിലും കയറി രേഖകൾ പിണറായി വിജയനെ 10,000 കോടി രൂപയുടെ രേഖകൾ കടത്തിക്കൊണ്ടുപോയതും വീണ ജോർജിൻ്റെ അഴിമതി രേഖകൾ കടത്തിക്കൊണ്ടുപോയതുമെല്ലാം ADGP അജിത് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. ADGP അജിത് കുമാർ ഞാൻ സഹായം ചെയ്തൊരുത്ത ആളാണ്. മുമ്പ് അദ്ദേഹത്തിൻ്റെ പേരിൽ ബിജു രാധാകൃഷ്ണൻ, അതായത് സരിതാ നായരുടെ ഭർത്താവ്, പല തട്ടിപ്പുകൾ നടത്തിയപ്പോൾ ആൾമാറാട്ടം നടത്തിയ തട്ടിപ്പ് നടത്തിയപ്പോൾ ഞങ്ങളെ ഓഫീസിൽ നിന്നാണ് ഈ ബിജു രാധാകൃഷ്ണൻ ഫോട്ടോ കൊടുത്തത്. എന്നിട്ടും സാമാന്യ മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ട് എന്നെ പലതവണ കള്ളക്കേസ് എടുപ്പിക്കുകയും എൻ്റെ ഓഫീസ് റെഡി ചെയ്യിക്കുകയും ഒരു കേസ് എന്നെ അകത്താക്കുകയൊക്കെ ചെയ്തു. അതിലൊന്നും എനിക്ക് പ്രശ്നമല്ല, കാരണം ഞാൻ ഒക്കത്തിന് തിരിച്ച് കേസ് കൊടുക്കും. പക്ഷേ കുടുങ്ങുന്ന നിരപരാധികളായ പോലീസ് ഓഫീസർമാരാണ് എന്നുള്ളതാണ് സത്യം. എന്തായാലും ADGP അജിത് കുമാർ എന്ന് പറയുന്നത് ആളെക്കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം നടത്തിയിട്ടുള്ള തൃശ്ശൂർ പൂരം കലക്കി സ്വരേഷ് ഗോപിയെ വിജയിപ്പിച്ചതും, അതേപോലെ അജി കൃഷ്ണയുടെ ഓഫീസിൽ പോലീസിനെ കയറ്റി അവിടെ അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കിയതും, അവിടെ സ്വപ്ന സുരേഷിനെ ഭീഷണിപ്പെടുത്തി ഡോക്യുമെൻ്റ് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതും തുടങ്ങിയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട്.
അദ്ദേഹം ഒരു പെൺപിടിയനാണെന്നുള്ള കാര്യം സരിതാ നായരാണ് ഞാൻ വെളിപ്പെടുത്തിയുള്ളത്. ഈ മൂവരും കൂടെ ചേരുമ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ 3 ക്രിമിനലുകളാണ് കൂടിച്ചേർന്നത് എന്നുള്ളതാണ് സത്യം. ഇതിനെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് എല്ലാം സത്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനും ഈ 3 പേരിൽ നിന്നാണ് ഏറ്റവും ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്നത്. എനിക്കും അതേപോലെ തന്നെ ഈ 3 പേരിൽ നിന്നാണ് ക്രൂരതകൾ അനുഭവിക്കേണ്ടത്. ഈ 3 പേരും നൊട്ടോറിയസ് ആയ ക്രിമിനൽസ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇന്നല്ലേ നാളെ ഇവർ കുടുങ്ങും. ലാവ്ലിൻ കേസ് ഞാൻ കൊടുത്ത കേസിലെ പ്രതിയാണ്, ലാവ്ലിൻ കേസിലെ മുഖ്യപ്രതിയാണ് പിണറായി വിജയൻ. സുപ്രീം കോടതിയിൽ ആ കേസ് നിൽക്കുകയാണ്. പിണറായി വിജയൻ്റെ തലയിൽ ഡെമോക്രസിൻ്റെ വാള് പോലെ പൊങ്ങിക്കിടക്കുന്ന ഒരു സാധനമാണ് ലാവ്ലിൻ കേസ്. അത് പുറത്തു കൊണ്ടുവന്ന് CBI അന്വേഷണം കൊണ്ടുവരാൻ എന്നോട് VS അച്യുതാനന്ദനാണ് പറഞ്ഞത് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ വെളിപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം.